ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയമുള്ളവരെ, വീണ്ടും ഒരു പുതിയ പ്രഭാതം കാണുവാൻ ദൈവം നമ്മളെ അനുവദിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പുതിയ പ്രഭാതത്തിൽ നമ്മളെ ഉണർത്തിയ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന മന്ന ഭക്ഷിച്ചുകൊണ്ട് നമ്മുടെ ഈ ദിവസത്തെ ആരംഭിക്കാം. മോർണിംഗ് മന്നയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് പഠിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് താലന്തുകളെ വിശ്വസ്തമായി ഉപയോഗിക്കുന്നവർ നന്ന് എന്ന് കേൾക്കും. ഇന്നത്തെ ചിന്താവിഷയം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്താണ് അതിന്റെ ഹെഡിങ്? താലന്തുകളെ വിശ്വസ്തമായി ഉപയോഗിക്കുന്നവർക്ക് കേൾക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ അവരെ വിളിക്കുന്ന ഒരു പേരാണ് നന്ന്. അങ്ങനെ കേൾക്കുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ താലന്തുകളെ നമ്മൾ നന്നായി വിശ്വസ്തയോടെ ഉപയോഗിക്കണം എന്നാണ് ഇത് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതിനാധാരമായി മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങളിൽ 5 താലന്ത് ലഭിച്ചവൻ ഉടനെ ചെന്ന് വ്യാപാരം ചെയ്ത് വേറെ 5 താലന്ത് സമ്പാദിച്ചു. അങ്ങനെ 2 താലന്ത് ലഭിച്ചവൻ വേറെ 2 നേടി. ഇതാണ് ആ വാക്യങ്ങളിലുള്ളത്. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. തന്റെ യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം നമുക്ക് വളരെ സുപരിചിതമാണ്. ആ വാക്യം പറയുന്നത് എന്താണ്? തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു, എന്നെയും നിങ്ങളെയും സ്നേഹിച്ചു. അങ്ങനെ ആദാമിലൂടെ ജനിച്ച ഓരോ മകനെയും മകളെയും, അല്ലെങ്കിൽ ഓരോ മകനും മകൾക്കും വേണ്ടി ഒരു മോചന ദ്രവ്യം, ഒരു വീണ്ടെടുപ്പിന്റെ ദ്രവ്യം നൽകി ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. അതേസമയം ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് മോചനദ്രവ്യം നൽകപ്പെട്ടവർ ആ ക്രിസ്തുവുമായി സ്നേഹസഖ്യത്തിൽ പോകുന്നില്ലെങ്കിൽ, ആ ക്രിസ്തുവുമായി ചേർന്ന് നമ്മൾ പോകുന്നില്ലെങ്കിൽ, ക്രിസ്തുവിന്റെ സ്നേഹസഖ്യത്തിൽ നമ്മൾ ആയിപ്പെടുന്നില്ലെങ്കിൽ, അന്ത്യനാളുകളിൽ വരാനിരിക്കുന്ന പ്രതികാര നടപടിയിൽ നമുക്ക്, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് ഒരു രക്ഷാ കവചവും ഉണ്ടാവുകയില്ല. യജമാനന് വേണ്ടി താലന്ത് ഉപയോഗിക്കാതിരുന്നതിന് അവർ മറുപടി പറയേണ്ടി വരും. ദൈവം യജമാനൻ നൽകിയതായ താലന്തുകൾ യജമാനന് വേണ്ടി ഉപയോഗിക്കാതിരുന്നതിന് അവർ മറുപടി പറയേണ്ടി വരും. സൃഷ്ടാവിനും വിമോചകനും എതിരെയുള്ള അവഗണന, നിന്ന, അവർ ദൈവത്തിൻ്റെത് മോഷ്ടിക്കുന്നത്, തന്റെ സേവനത്തിനായി താലന്തുകൾ ഉപയോഗിക്കാതിരുന്നതിനും തങ്ങളുടെ ദൈവത്തിന്റെ സമ്പത്ത് ഭൂമിയിൽ കുഴിച്ചിടുന്നതിനും എന്നിവയ്ക്കെല്ലാം അവർ ന്യായം നൽകേണ്ടി വരും. മനുഷ്യ കുടുംബം ഉത്തരവാദിത്തപ്പെട്ട ആത്മീക ധാർമ്മിക ബോധമുള്ള ആളുകൾ അടങ്ങുന്നതാണ്. ഉന്നതരും കഴിവുള്ളവരും തുടങ്ങി ഏറ്റവും താണവരും നിസാരര് പോലും സ്വർഗത്തിന്റെ സ്വർഗീയ ദിവ്യ വസ്തുക്കളുടെ നിക്ഷേപമുള്ളവരാണ്. സമയം അങ്ങനെ ഏൽപ്പിക്കപ്പെട്ടുള്ള ഒരു വരമാണ്, അല്ലെങ്കിൽ ഒരു വരദാനമാണ്. ആ സമയം നമ്മൾ തക്കത്തിന് ഉപയോഗിക്കണം. സമയം നമ്മൾ പ്രയോജനപ്പെടുത്തണം, പാഴാക്കാൻ പാടില്ല. ക്രിസ്തുവിന്റെ സേവനത്തിൽ അതിനെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കേണ്ടതുണ്ട്. അടുത്ത സ്വാധീനം, നമുക്ക് അതൊരു മറ്റൊരു വരദാനമാണ്. നമ്മുടെ സ്വാധീനം ദൈവവേലയ്ക്കായി നമ്മൾ ഉപയോഗിക്കണം. ക്രിസ്തുവിലേക്ക് ആളുകളെ നയിക്കുന്നതിനായി നമ്മൾ ഉപയോഗിക്കണം. അതിന് ഏറ്റവും ഉന്നതവും ഏറ്റവും കുലീനവുമായ ഉദ്ദേശങ്ങളുടെ മുന്നേറ്റത്തിനായി ഉപയോഗിക്കേണ്ടതാണ്. ക്രിസ്തു കാൽവറി കുരിശിൽ മരിച്ചു. നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിന് ക്രിസ്തുവിനെ ഉയർത്തി കാണിക്കേണ്ടതിന് നമ്മുടെ മുഴുവൻ സ്വാധീനവും ഉപയോഗിക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഉപയോഗിക്കപ്പെടണം. സ്വർഗത്തിന്റെ മഹിമയായവൻ തങ്ങളുടെ ലംഘനങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ചതായി കാണുമ്പോൾ തങ്ങളുടെ സ്വാധീനം മറ്റുള്ളവരെ ക്രിസ്തുവിലേക്ക് ആകർഷിച്ചു കാണുന്നതിലാണ്, തങ്ങളുടെ, അല്ലെങ്കിൽ നമ്മളുടെ സ്വാധീനത്തെ നാം ഉപയോഗിക്കേണ്ടത്. ആ ഉദ്ദേശത്തിനായി മാത്രമേ സ്വാധീനത്തെ ഉപയോഗിക്കുകയുള്ളൂ എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. നമ്മുടെ സ്വാധീനം ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ ആകർഷിക്കുവാനായി നാം ഉപയോഗിക്കണം. ബുദ്ധിശക്തി മറ്റൊരു നൽകപ്പെട്ട താലന്താണ്. സഹതാപവും വികാരങ്ങളും താലന്തുകളാണ്. ഇതിനെയൊക്കെ പാവനമായി കാത്തുസൂക്ഷിക്കുകയും വളർത്തുകയും വേണം. നമ്മെ വിലയ്ക്ക് വാങ്ങിയവന്റെ സേവനത്തിനായി ഈ താലന്തുകളെല്ലാം ഉപയോഗിക്കപ്പെടണം. നാം ആയിരിക്കുന്നതും ആയിരിക്കാവുന്നതും ഒക്കെ ദൈവത്തിൻ്റെതാണ്. നാം ഇന്ന് ആയിരിക്കുന്നതും നാളെ ആകാൻ കഴിയുന്നതും ഒക്കെ ദൈവം നൽകുന്നതാണ്. വിദ്യാഭ്യാസം, ബുദ്ധിവികാസം, ഏത് സാമർഥ്യവും ദൈവത്തിനായി ഉപയോഗിക്കാനുള്ളതാണ്. നൽകപ്പെട്ടിട്ടുള്ള ധനം അത് കൂടുതലോ കുറവാകാം. അത് കൂടുതലായാലും കുറവായാലും തന്റെ കുടുംബക്കാർ ഏറ്റവും മികച്ചത് തന്നെ ചെയ്യണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഏൽപ്പിക്കപ്പെട്ട തുക എത്ര എന്നതോ എത്ര മെച്ചപ്പെടുത്തി എന്നതോ അല്ല സ്വർഗത്തിന്റെ അഭിനന്ദനം കൊണ്ടുവരുന്നത്. വിശ്വസ്തത, ദൈവത്തോടുള്ള കൂറ്, ചെയ്ത സ്നേഹ സേവനം,
എന്നിവയാണ് സ്വർഗത്തിന്റെ ആശീർവാദം. കൊണ്ടുവരുന്നത്. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന ശബ്ദം കേൾക്കുവാൻ ഇടയായിത്തീരും. താലന്തുകൾ വിശ്വസ്തയോടെ ഉപയോഗിച്ചാൽ എന്തായിരുന്നു നമ്മുടെ ചിന്താവിഷയത്തിന്റെ തലക്കെട്ട്? നന്ന് എന്ന് കേൾക്കും. ആര് കേൾക്കും? താലന്ത് വിശ്വസ്തമായി ഉപയോഗിക്കുന്നവർ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ നമ്മുടെ ചിന്തകളെ, നമ്മുടെ സ്വാധീന ശക്തികളെ ഒക്കെ നമുക്കൊന്നുകൂടി പരിശോധിക്കാം. ദൈവനാമ മഹത്വത്തിനായി നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ താലന്തുകളെയും, അത് നമ്മുടെ കഴിവുകൾ, നമ്മുടെ ബുദ്ധിശക്തികൾ, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ സ്വാധീനം, നമ്മുടെ പണം, നമ്മുടെ ആരോഗ്യം എല്ലാം മനുഷ്യരെ ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിലേക്ക് നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഉപയോഗിക്കപ്പെടുമ്പോൾ നമ്മുടെ താലന്തിനെ നാം വിശ്വസ്തയോടെ ഉപയോഗിച്ചെങ്കിൽ നമുക്ക് പറയാൻ കഴിയും, യജമാനനെ 2 താലന്തല്ലയോ എന്നെ ഏൽപ്പിച്ചത്, ഞാനിതാ 2 കോടി നേടിയിരിക്കുന്നു എന്ന്. അപ്പോൾ ദൈവം പറയും, നല്ലവനും വിശ്വസ്തനുമായ ദാസനെ, എന്റെ അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു, ഞാൻ നിന്നെ അധികത്തിന് വിചാരകനാക്കും. നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് കേൾക്കുവാനിടയായിത്തീരും. അങ്ങനെ കേൾക്കുവാൻ ഇന്ന് എന്നെ കേട്ട എല്ലാവരെയും ദൈവം ഇലയാക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിന്റെ രാവിലത്തെ നല്ല മണിക്കൂറുകൾക്കായി നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. സ്വർഗീയ പിതാവേ, ഇന്ന് ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന താലന്തുകൾ, അത് ഞങ്ങളുടെ ബുദ്ധിയാകാം, ഞങ്ങളുടെ വിദ്യാഭ്യാസമാകാം, ഞങ്ങളുടെ ധനമാകാം, ആരോഗ്യമാകാം, ഞങ്ങളുടെ സ്വാധീനമാകാം, എന്തു തന്നെയായാലും അതെല്ലാം ദൈവനാമ മഹത്വത്തിനായി, മനുഷ്യരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാനായി, അന്ത്യനാളുകളിൽ സംഭവിക്കാൻ പോകുന്നതായ കഠിനമായ അപകടത്തെക്കുറിച്ച് അവരെ ബോധ്യപ്പെടുത്തുന്നതിനേക്ക് ഉപയോഗിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. അത് ഞങ്ങൾ ഉപയോഗിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് കണക്ക് പറയേണ്ടി വരും. അന്ത്യനാളുകളിൽ ഞങ്ങൾക്ക് വരാൻ പോകുന്നതായ ആ പ്രതിസന്ധിയിൽ ഞങ്ങൾക്ക് രക്ഷാകവചം ഉണ്ടാകുകയില്ല എന്ന് ഞങ്ങൾ ചിന്തിച്ചുകൊണ്ട് ഞങ്ങൾ ഉപയോഗിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. അതിനെ ഞങ്ങളെ പ്രയോജനപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. വചനപ്രകാരം ജീവിപ്പാൻ അവരെ സഹായിക്കണമേ. ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിൽ താഴ്ത്തുന്നു. വരവനായി ഞങ്ങളെല്ലാവരെയും ഒരുക്കണം. നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന വിളി കേൾപ്പാൻ ഞങ്ങളെ സഹായിക്കണം. അന്ത്യത്തോളം ഞങ്ങളെ കാത്തുപരിപാലിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം സ്വർഗീയ പിതാവേ. ഏവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഈ ദിവസത്തിന്റെ ആരംഭം മുതൽ അവസാനം വരെ ദൈവിക നടത്തിപ്പുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.